എല്ലാ സഹോദരീ സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമ്മൾ ഈ കണ്ട വീഡിയോ അതിഭീകരമാണ്. കാരണം ആ മരത്തിൽ കയറിയ 2 പേരിൽ ഒരാളാണ് ഈ വീഡിയോ എടുത്തത്. മാത്രമല്ല മറ്റേ മരത്തിലുള്ള ആൾ ഇടയ്ക്കിടെ അയാളുടെ കൈ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്നുണ്ട്. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ വീഡിയോയിൽ കാണാൻ പറ്റും. എന്തായാലും ഇവർ 2 പേരും രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ സന്തോഷം തന്നെ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരുടെ ഒരു മാനസികാവസ്ഥ അത് ഒരിക്കലും നമ്മൾക്ക് പറയാനോ അനുഭവിക്കാനോ കഴിയില്ല. കാരണം ഒരു ഭീകര നിമിഷം, ഒരു ഭയാനകമായ നിമിഷം ആ 2 പേരുമാണ് തരണം ചെയ്തത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 2 പേർക്കും ഒന്നും പറ്റാതെ സുരക്ഷിതമായി അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഒരു ആനയുടെ മുന്നിലെങ്ങാനും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള അവസ്ഥ നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഒരാളുടെ മരത്തിൻ്റെ നേരെ ചുവട്ടിൽ നിന്നിട്ടാണ് ആ ആന മടങ്ങിപ്പോകുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഈയൊരു ഭയാനകമായ നിമിഷത്തിൽ അവരുടെ 2 പേരുടെയും മനസ്സ്, അതിൻ്റെ സംഘർഷം, അതിൻ്റെ ഭയം, എന്തെല്ലാം വിറയലുകൾ അവർക്കുണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് അവരോട് ചോദിച്ചാൽ മാത്രമേ നമ്മൾക്ക് അറിയാൻ പറ്റൂ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടിട്ടുണ്ട്. 3 സഹോദരിമാർ പശുവിനെ അന്വേഷിച്ച് കാട്ടിൽ കുടുങ്ങിപ്പോയത്. അവർ രാത്രി കഴിച്ചു കൂട്ടിയത് പാറമുകളിൽ ആനയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ പാറമുകളിൽ ആ സമയത്ത് കയറി എന്നുള്ളതാണ്. അതൊരു ദൈവാനുഗ്രഹമാണ്. കാരണം ഈ പാറമുകളിലൊന്നും കയറി പഠിക്കാത്ത ഈ സഹോദരിമാർ അതിനു മുകളിൽ എങ്ങനെ കയറി? കാരണം അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള വഴികൾ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ഇവർ 2 പേരും ആ മരത്തിൻ്റെ മുകളിൽ കയറി അത്രയും നേരം പിടിച്ചു നിന്നു എന്നുള്ളത് വലിയ ഒരു സന്തോഷം തന്നെ. പക്ഷേ ഇങ്ങനെയുള്ള ഒക്കെ സാഹചര്യങ്ങളിൽ ആരും പതറിപ്പോവും. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു ആനയുടെ മുന്നിൽ നമ്മൾ പെട്ടാൽ എന്തു ചെയ്യുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. എന്തായാലും ഈ 2 സഹോദരന്മാരും വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരുടെ ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. എന്തായാലും എല്ലാവരെയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.